ഹിസ്റ്ററിയിൽ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദി വേൾഡ് എന്ന ചാപ്റ്ററാണ് ഇന്ന് നോക്കുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ വാറുകളുടെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വാർ എന്ന് പറയുന്നത് ദി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇത് മെയിനായിട്ട് നമുക്കുള്ള കാര്യങ്ങൾ വായിച്ച് നോക്കാം. ദിസ് സ്ലോഗൻ വാസ് റേസ്ഡ് ബൈ ദ പീപ്പിൾ ഓഫ് അമേരിക്ക ആസ് പാർട്ട് ഓഫ് എ പവർഫുൾ അജിറ്റേഷൻ. Let us discuss the circumstances that led to the agitation. അപ്പോൾ അമേരിക്കൻ ഇൻഡിപെൻഡൻസിൻ്റെ ഒരു വാറിന്, അമേരിക്ക ഇൻഡിപെൻഡൻസ് നേടിയ ആ ഒരു വാറിനെ പറ്റിയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിൽ 5 വാറിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. 5 വാറും ഇമ്പോർട്ടൻ്റ് ആണ്. From the 16th century onwards, the Europeans began to migrate to North America. അപ്പോൾ എന്താ പറയുന്നത്, 16th സെഞ്ച്വറി തൊട്ട് യൂറോപ്യൻസ് നോർത്ത് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് തുടങ്ങി. മൈഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുടിയേറുക. The major aim of the migration was to exploit the resources. By the 18th century, England had established 13 colonies in the eastern coast of North America. അങ്ങനെ 18th സെഞ്ച്വറി ആയപ്പോൾ ഇംഗ്ലണ്ട് എന്ത് ചെയ്തു, നോർത്ത് അമേരിക്കയിൽ 13 കോളനീസ് കൊണ്ടുവന്നു. അടുത്തത്, ദി ബ്രിട്ടീഷ് ട്രീറ്റഡ് ദ അമേരിക്കൻ കോളനീസ് ആർ സെൻറ്റേഴ്സ് ഫോർ കളക്ടിങ് റോ മെറ്റീരിയൽസ് ഫോർ ദെയർ ഇൻഡസ്ട്രി as market for selling their products. This policy, implemented by the British merchants with the help of their motherland in the American colonies, is known as mercantilism. അപ്പോൾ എന്താണ് മെർക്കൻറ്റാലിസം എന്ന് ചോദിക്കും. അപ്പോൾ എന്താ പറയുന്നത്, ബ്രിട്ടീഷുകാർ അമേരിക്കൻ കോളനീസിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്? റോ മെറ്റീരിയൽസ്, ഈ ബ്രിട്ടീഷുകാരുടെ ഇൻഡസ്ട്രിക്ക് വേണ്ട റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്ന ഒരു സെൻറ്റേഴ്സ് ആക്കിയിട്ടാണ് അവർ അമേരിക്കൻ കോളനീസിനെ കണ്ടുവന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ കുറച്ച് പോളിസീസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അമേരിക്കൻ കോളനീസിൻ്റെ മദർലാൻഡിൻ്റെ ഹെൽപ്പോട് കൂടെ കുറച്ച് പോളിസീസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് മെർക്കൻറ്റൈലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അടുത്തതാണ് മെർക്കാൻറ്റലിസ്റ്റ് ലോസ്. അപ്പോൾ ഈ മെർക്കാൻറ്റലിസ്റ്റ് ലോ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഇത് 5 ലോസിൽ 5 പോയിൻറ്റ്സ് ആണുള്ളത്. 5 പോയിൻറ്റ്സ് കൃത്യമായിട്ട് ആ ഒരു മീനിങ് വരുന്ന പോലെ, ഇതേപോലെ കാണാണ്ട് പഠിച്ച് എഴുതുന്നല്ല, ആ കൃത്യമായിട്ട് മീനിങ് വരുന്ന രീതിക്ക് എഴുതണം. അപ്പോൾ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്, the goods to and from the colonies must be carried only in British ships or ships built in the British colonies. അപ്പോൾ ഇവിടെ നിന്നുള്ള ഗുഡ്സൊക്കെ എന്താ ചെയ്യുക, അങ്ങോട്ട് കൊണ്ടുപോകാനായാലും കൊണ്ടുവരാനായാലും ബ്രിട്ടീഷുകാരുടെ ഷിപ്പുകളോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോളനീസ് ഉണ്ടാക്കിയ ഷിപ്പിൽ മാത്രമേ ഇത് കൊണ്ടുപോകുള്ളൂ അല്ലെങ്കിൽ കൊണ്ടുവരുള്ളൂ. The products of the colonies like sugar, wool, cotton, tobacco, etc. could only be exported to England. അപ്പോൾ ഈ പറഞ്ഞ പ്രൊഡക്ട്സൊക്കെ, ഷുഗർ, വൂൾ, കോട്ടൺ, ടൊബാക്കോ എന്ന് പറഞ്ഞ പ്രൊഡക്ട്സൊക്കെ എന്താ ചെയ്യുക, ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ എക്സ്പോർട്ട് ചെയ്യുള്ളൂ. ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സഡ് ഓൺ ഓൾ ദി ലീഗൽ ഡോക്യുമെൻറ്റ്സ്, ന്യൂസ് പേപ്പേഴ്സ്, പാംഫ്ലെറ്റ്സ്, ലൈസൻസ് എക്സെട്ര. അപ്പോൾ എന്താ പറയുന്നത്, ബ്രിട്ടീഷുകാരുടെ സ്റ്റാമ്പ് എന്തായാലും എന്തൊരു ലീഗൽ ഡോക്യുമെൻറ്റ്, ന്യൂസ് പേപ്പർ, ലൈസൻസ്, പാംലെറ്റ്സ്, അങ്ങനെ എന്തൊരു ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിലും അതിൽ എന്ത് വേണം, ബ്രിട്ടീഷ് സ്റ്റാമ്പ് നിർബന്ധമാണ്. കോളനീസ് മസ്റ്റ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ദി ബ്രിട്ടീഷ് ട്രൂപ്സ് വിച്ച് വർ മെയിൻറ്റെയിൻ ഇൻ ദ കോളനീസ്. അപ്പോൾ കോളനീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബ്രിട്ടീഷ് ട്രൂപ്പുകൾ ഉണ്ടാവില്ലേ, കോളനീസ് നോക്കി നടത്തുന്ന ബ്രിട്ടീഷുകാർക്ക് അവർക്കുള്ള ഫുഡും താമസവും ഈ കോളനീസ് പ്രൊവൈഡ് ചെയ്യണം. ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദ ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ എക്സെട്ര. അപ്പോൾ എന്താ പറയുന്നത്, ടീക്കും ഗ്ലാസ്, പേപ്പറിനൊക്കെ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ടാക്സ് എന്തായാലും അടച്ചിരിക്കണം. അപ്പോൾ 5 ലോസ് ആണുള്ളത്. മെർക്കാൻറ്റലിസ്റ്റ് ലോ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതെന്തായാലും പഠിച്ചു പോകണം. അടുത്തതാണ് ജോൺ ലോക്കും തോമസ് പെയിനും പറഞ്ഞ 2 കോട്ട്സാണ്. അത് കാണാണ്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്, പക്ഷെ അത്രയും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നില്ല. പക്ഷെ അത് കാണാണ്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് എസ്സേ ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മിക്കതും എസ്സേ ആണ് വരിക. അപ്പോൾ അതിലേക്കൊക്കെ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും, പറ്റുന്നവർ പഠിക്കാം. ദി എൻറ്റയർ കോണ്ടിനെൻറ്റ് അസംബിൾസ്. The delegates of all colonies except Georgia met at Philadelphia in 1774 to protest against the policies and rules imposed by England. It is known as First Continental Congress. അപ്പോൾ എന്താണ് ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, അതുപോലെ എന്താണ് സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നല്ലപോലെ നോക്കാം.
People of the colonies submitted a petition to the King of England. They demanded the revocation of the regulations enforced on industry and commerce and not to impose tax without the approval of the people. But the king sent a military force to suppress the people. This led to the war between England and the colonies. അപ്പോൾ ഇംഗ്ലണ്ടും കോളനീസും തമ്മിലൊരു വാറുണ്ടായി. അതാണ് സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഉണ്ടാവാനുള്ളൊരു കാരണം എന്നൊക്കെ പറയുന്നത്. അതെന്തുകൊണ്ടാണ് ഉണ്ടാവാൻ കാരണം? ഇംഗ്ലണ്ടും കോളനീസും തമ്മിൽ അവർ ഒരു പെറ്റീഷൻ, അവിടുത്തെ കിങ്ങിന് ഒരു പെറ്റീഷൻ കൊടുത്തു. പക്ഷെ അത് ആൾ അംഗീകരിച്ചില്ല. അതിൻ്റെ പേരിലാണ് ഇവിടെ ഒരു സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഉണ്ടാവാൻ കാരണം. അത് ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് 1775 ഉണ്ടായത്. Held at Philadelphia in 1775, elected George Washington as the commander-in-chief of the Continental Army. അപ്പോൾ കോണ്ടിനെൻ്റൽ ആർമിയുടെ കമാൻഡർ-ഇൻ-ചീഫായിട്ട് അവിടെ തിരഞ്ഞെടുത്തത് ജോർജ് വാഷിങ്ടനെ ആയിരുന്നു. ഡ്യൂറിങ് ദിസ് ടൈം ത്രൂ ദി പാംപ്ലെറ്റ് ടൈറ്റിൽഡ് കോമൺ സെൻസ്, തോമസ് പെയിൻ ഡിക്ലെയർഡ് ദാറ്റ് ഇറ്റ് വാസ് വൈസ് ഫോർ ദ അമേരിക്കൻസ് ടു ബ്രേക്ക് ദി ടൈസ് വിത്ത് ബ്രിട്ടൻ. അപ്പോൾ ബ്രിട്ടനായിട്ടുള്ള ഒരു കണക്ഷൻ അമേരിക്കൻസ് ബ്രേക്ക് ചെയ്യണം എന്നുള്ളൊരു ഒരു എയിം വെച്ചിട്ടാണ് കോമൺ സെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പാംപ്ലെറ്റ് അടിച്ചിറക്കിയത്. അത് അടിച്ചിറക്കിയ ആളാണ് തോമസ് പെയിൻ. The American Continental Congress issued the famous Declaration of Independence on 4th July 1776. അങ്ങനെ അവരുടെ ഇൻഡിപെൻഡൻസ് അവർക്ക് കിട്ടുന്നത് ജൂലൈ 1776, 4th July 1776. The declaration was prepared by Thomas Jefferson and Benjamin Franklin. An extract from it is given. അപ്പോൾ ഈ അമേരിക്കക്കാർക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി എന്ന് ഡിക്ലെയർ ചെയ്യുന്നത് 4th July 1776 അത് ആരൊക്കെയാണ്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടിയാണ്. The war between England and the colonies in North America that began with the Declaration of Freedom ended in 1781. പക്ഷേ ഈ ഇൻഡിപെൻഡൻസ് കിട്ടിയാൽ പോലും ഇംഗ്ലണ്ടും ഈ കോളനീസ്, നോർത്ത് അമേരിക്കയിലുള്ള കോളനീസും തമ്മിൽ വാറ് തുടർന്നിരുന്നു. അത് അവസാനം അത് എൻഡ് ചെയ്തത് 1781. According to the Treaty of Paris in 1783, England ratified the freedom of 13 colonies. അങ്ങനെ ട്രീറ്റി ഓഫ് പാരീസ് അങ്ങനെയാണത് അറിയപ്പെടുന്നത്. ആ ഒരു സംഭവത്തിന് ശേഷം 13 കോളനീസും ഫ്രീഡം കിട്ടിയെന്ന് ഇംഗ്ലണ്ട് പറഞ്ഞു. ദി കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ held at Philadelphia under the leadership of James Madison framed the American Constitution. George Washington became the first president of United States of America formed in accordance with the new constitution. അങ്ങനെ അമേരിക്കക്കാർക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം അവർ പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുകയും അതിൻ്റെ ഫസ്റ്റ് പ്രസിഡൻ്റായിട്ട് ജോർജ് വാഷിങ്ടൺ ആണ് വന്നത്. അപ്പോൾ ഇതാണ് അമേരിക്കൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇതൊരു എസ്സേക്കുള്ള ചാൻസാണ്. അടുത്തത് ഈ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് വേസ്, അവരുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നോക്കാം. ദി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ട്രാൻസ്ഫോം ദ സിസ്റ്റം എക്സിസ്റ്റഡ് there. It greatly influenced the later history of the world different ways. Let's see them. Gave direction and motivation to the later freedom struggles and revolution all over the world. Put forward the concept of republican from the form of government. Prepared the first written constitution. Contributed to the concept of federal system that ensured freedom and authority of states in the union. അപ്പോൾ അമേരിക്കയുടെ ഇൻഡിപെൻഡൻസിന് അത് കാരണം മറ്റുള്ള രാജ്യങ്ങൾക്ക് അതൊരു പ്രചോദനമാവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ അമേരിക്കയുടെ റവല്യൂഷനെ പറ്റിയാണ് എസ്സേ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ എഴുതാനായിട്ട് പറ്റും. അടുത്തതാണ് ഫ്രഞ്ച് റവല്യൂഷൻ നമുക്ക് നോക്കാം. ഫ്രഞ്ച് റവല്യൂഷനിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് ഫ്രഞ്ച് സൊസൈറ്റീനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് നോക്കാം. It is clear from this that while the majority of France lived in the misery, a minority, including the rulers, led a life of luxury and extravagance. This situation was the result of social and economic inequality that existed in France. The French society was divided into 3 strata and they were known as estates. അപ്പോൾ ഈ ഫ്രഞ്ച് സൊസൈറ്റി നമ്മൾ 3 ആക്കി തിരിച്ചിട്ടുണ്ട്. അതാണ് എസ്റ്റേറ്റുകൾ.
അപ്പോൾ ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അമേരിക്കയിൽ മെർക്കന്റലിസ്റ്റ് ലോ നോക്കിയ പോലെ തന്നെയാണ് ഫ്രഞ്ച് റെവല്യൂഷനിൽ ഫ്രഞ്ച് സൊസൈറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫ്രഞ്ച് സൊസൈറ്റി മൂന്നാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. ഇതിൽ ഫസ്റ്റ് എസ്റ്റേറ്റിനെ പറയുന്നതാണ് ക്ലർജി. അവർ എന്തൊക്കെയാണ്, നമുക്ക് ഈ ക്ലർജി എന്ന് പറയുന്ന ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഹെൽഡ് വാസ്റ്റ് ലാൻഡ്, കളക്ട് ദ ടാക്സ് കോൾഡ് ടീത്തേ ഫ്രം ദി ഫാമേഴ്സ്. അപ്പോൾ ഇവരാണ് ഈ ലാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവരാണ്. അതുപോലെ ഈ പോയിൻറ്റ്സൊക്കെ അതേമാതിരി തന്നെ ശരിക്കും എഴുതണം. അതുപോലെ ഇവർ ടാക്സ്, ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ്, ടീത്തേ എന്ന് പറഞ്ഞിട്ട് ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്, ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ടാക്സ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. കൺട്രോൾഡ് ഹയർ പൊസിഷൻസ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മിലിറ്ററി സർവീസ്. അപ്പോൾ ഇവരാണ് അഡ്മിനിസ്ട്രേറ്റീവും മിലിറ്ററി സർവീസസൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അടുത്തതാണ് നൊബിലിറ്റി. സെക്കൻഡ് എസ്റ്റേറ്റ് ആണ് നൊബിലിറ്റി. അപ്പോൾ ഫസ്റ്റത്തെ ക്ലർജി, സെക്കൻഡ് നൊബിലിറ്റി. അപ്പോൾ ഇത് ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കുക. സെക്കൻഡ് എസ്റ്റേറ്റുകാർക്ക് എന്തൊക്കെയുള്ളത്? എൻഗേജ്ഡ് ഇൻ മിലിറ്ററി സർവീസസ്. അപ്പോൾ ഇവർ എൻഗേജ് ചെയ്യുന്നത്, ഇവർ കൂടുതലായിട്ട് നോക്കുന്നത് മിലിറ്ററി സർവീസാണ്. കളക്ട് ദ വേരിയസ് ടാക്സസ് ഫ്രം ഫാമേഴ്സ്. ഇവരാണ് പല പല ടാക്സുകൾ ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. മെയ്ഡ് ഫാമേഴ്സ് വർക്ക് വിത്തൗട്ട് വേജസ്. വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശമ്പളം കൊടുക്കാണ്ട് ഫാമേഴ്സിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും ഇവർ. എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്. അപ്പോൾ ഇവരും ടാക്സസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരാണ്. ലെറ്റ് ലക്ഷറിയസ് ലൈഫ്. ഇവർ ജീവിക്കുന്നത് ലക്ഷറിയസ് ലൈഫ് എന്നല്ല, എന്താ പറയുക, ഭയങ്കര നല്ലൊരു ലൈഫാണ് ഇവർക്കുള്ളത്. ഹെൽഡ് വാസ്റ്റ് ലാൻഡ്. ഇവരും ലാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അടുത്തതാണ് തേർഡ് എസ്റ്റേറ്റ്. തേർഡ് എസ്റ്റേറ്റിൽ ആരൊക്കെയാണ് പെടുന്നത്? ദ മിഡിൽ ക്ലാസ് ഇൻക്ലൂഡിങ് ട്രേഡേഴ്സ്, റൈറ്റേഴ്സ്, ലോയേഴ്സ്, ഒഫീഷ്യൽസ്, ടീച്ചേഴ്സ് ആൻഡ് ബാങ്കേഴ്സ്, ഫാമേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്മെൻ. അപ്പോൾ തേർഡ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ആൾക്കാരെ പറ്റിയിട്ടാണ് തേർഡ് എസ്റ്റേറ്റ് പറയുന്നത്. അപ്പോൾ ഈ തേർഡ് എസ്റ്റേറ്റിൽ എന്തൊക്കെയോ അവരുടെ റൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോ റോൾ ഇൻ ദി അഡ്മിനിസ്ട്രേറ്റീവ്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ എന്നൊരു ആ ഒരു കാര്യത്തിൽ ഇവർക്ക് ഒരു റോളും ഇല്ല. പെയ്ഡ് ലാൻഡ് ടാക്സ് നെയിംലി ടൈലേ ടു ദി ഗവൺമെൻറ്. അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിലേക്ക് എന്തടയ്ക്കണം? ടാക്സ്, ലാൻഡ് ടാക്സ്, ടൈലേ എന്ന് പറഞ്ഞിട്ട് ലാൻഡ് ടാക്സ് അടയ്ക്കണം. ലോ സോഷ്യൽ സ്റ്റാറ്റസ്. ഇവരെ അധികം സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ അധികം വിലയില്ലാത്തൊരു അവസ്ഥ. പെയ്ഡ് ടാക്സസ് ടു ക്ലർജി ആൻഡ് നോബിൾസ്. അപ്പോൾ എന്താണ്? ക്ലർജിക്കാർക്കും നോബിൾസിനും ഇവർ ടാക്സ് അടിക്കണം, അതാണ് പറയുന്നത്. അടുത്തത് ഐഡിയോളജീസ് ഇൻസ്പയർ. അപ്പോൾ ഈ ഒരു ടൈമിൽ കുറേ പേര് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അവരുടെ വാക്കുകളാണ് കൊടുത്തത്. വോൾട്ടയർ, റോഷോ, മോണ്ടസ്ക്യോ. അപ്പോൾ ഇവരുടെ വാക്കുകൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് തേർഡ് എസ്റ്റേറ്റ് ടേക്സ് ദി ലീഡ്. അങ്ങനെ തേർഡ് എസ്റ്റേറ്റ് ഈ ഫ്രഞ്ചിൻ്റെ മൊത്തത്തിലുള്ള ലീഡ് എടുക്കുന്നൊരു ഹിസ്റ്ററിയാണ് ഇവിടെ പറയുന്നത്. The luxurious life and the grandeur of the Bourbon kings, clergy and lords, and the frequent wars they waged, along with the frequent spells of drought and crop failure, brought France to the brink of bankruptcy. The financial and military assistance given to the American colonies in the American War of Independence also aggravated the financial crisis in France. To levy new taxes upon commoners, Louis XVI ആണ് വരുന്നത്. Summoned the State General, the Legislative Assembly of the Representatives from all the three estates in 1789. Similar to French society, the States General also had three estates. Traditionally, an estate would vote as a group and had one vote. As a result, the nobility and clergy could always overrule the third estate. The first two estates argued estate-wise single voting system, while the third estate demanded individual vote for each member of all the three estates. അപ്പോൾ ഇത്രയും നാൾ ഇവരെ ഭരിച്ചിരുന്നത് നോബിൾസും ക്ലർജീസും കൂടിയാണ്. നമ്മൾ തേർഡ് എസ്റ്റേറ്റുകാരെ ഭരിച്ചിരുന്നത്, സാധാരണക്കാരെ ഭരിക്കുന്നത് ക്ലർജിയും നോബിൾസൊക്കെയാണ്. അങ്ങനെ ലൂയിസ് 16 മുന്നിൽ ഇവരൊരു നമ്മുടെ തേർഡ് എസ്റ്റേറ്റുകാർ ഒരു ലോ പോലെ അല്ലെങ്കിൽ ഒരു പെറ്റീഷൻ പോലെ കൊടുക്കുകയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത്രയും നാൾ ഇവർക്കുണ്ടായിരുന്നത് എന്താ? ഇൻഡിവിജ്വൽ വോട്ടാണ്. ഓരോ എസ്റ്റേറ്റിന് ഒരു വോട്ട്, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആൾക്കാർ എണ്ണത്തിലല്ല വോട്ട്, ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട്. അപ്പോൾ ഈ വോട്ടിൻ്റെ ടൈമിൽ എന്താവും? ക്ലർജിയും നോബിൾസും ഒന്നായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ ഇവർക്ക് വോട്ട് കൂടുതൽ കിട്ടും. പക്ഷേ തേർഡ് എസ്റ്റേറ്റുകാരൊരു നിബന്ധന വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇൻഡിവിജ്വൽ വോട്ട് മതി, ഒന്നിച്ച് നിന്നിട്ട് ഒറ്റ വോട്ട് എന്നുള്ള സിസ്റ്റം വേണ്ട, ഇൻഡിവിജ്വൽ വോട്ട് മതി എന്നാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ
While the arguments went on, the members of the Third Estate declared themselves as the National Assembly of France. They assembled in tennis court nearby. They swore not to leave until they had framed a constitution of France. This event is known as the tennis court oath. അപ്പോൾ ഈ ടെന്നീസ് കോഡ് ഓത്ത് എന്താണെന്ന് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ വോട്ട് സിസ്റ്റം വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് അങ്ങനെ ഇൻഡിവിജ്വൽ വോട്ട് സിസ്റ്റം വന്നു. ഇൻഡിവിജ്വൽ വോട്ട് സിസ്റ്റം വന്നപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി തേർഡ് എസ്റ്റേറ്റുകാർ 621 പേരുണ്ട്. അപ്പോൾ അവരാണ് ഇവിടെ ജയിക്കുന്നത്. മറ്റവർ എങ്ങനെ ഒന്നിച്ച് നിന്നാലും അവിടെ ജയിക്കുന്നില്ല. അങ്ങനെ ഇവർ ടെന്നീസ് കോർട്ട് ഓത്തിൻ്റെ അവിടെ വെച്ചിട്ടാണ് നാഷണൽ അസംബ്ലിയൊക്കെ അത് നടന്നതൊക്കെ അവിടെ വെച്ചിട്ടാണ്. സ്വോട്ട് നോട്ട് ടു ലീവ് അൺടിൽ ദേ ഹാഡ് ഫ്രെയിംഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഫ്രാൻസ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ലോഗൻ വെച്ചിട്ടാണ് ഇവൻ്റ് നടന്നത് എവിടെ വെച്ചാണ്? ടെന്നീസ് കോർട്ടിൻ്റെ അടുത്ത് വെച്ചിട്ടാണ്. അങ്ങനെയാണ് ഇവിടെ ടെന്നീസ് കോർട്ട് ഓത്ത് എന്നുള്ളൊരു പേര് വന്നത്. ഇത് മിക്കതും ചോദിക്കാറുണ്ട്. അടുത്തത് ഇത് മാച്ച് ദി ഫോളോയിങ് പോലെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 14 ജൂലൈ 1789 ആ ഒരു ഡേറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നതെന്ന്. Revolutionary stormed with the slogan Liberty, Equality and Fraternity, demolished the Bastille prison, the symbol of Bourbon monarchy. This event is considered as the commencement of the French Revolution. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, കൺസിഡേർഡ് ആസ് ദ commencement of ഫ്രഞ്ച് റെവല്യൂഷൻ, അത് നടന്ന വർഷം. അപ്പോൾ 14 ജൂലൈ 1789 അങ്ങനെ ചോദിക്കാം. അതുപോലെ നാഷണൽ അസംബ്ലി പാസ് ദ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദി സിറ്റിസൺ. അപ്പോൾ അങ്ങനെ ഒരു റൂൾ വന്നത് 12 ഓഗസ്റ്റ് 1789. അതുപോലെ തൗസൻഡ്സ് ഓഫ് വുമൺ മാർച്ച് ഫ്രം ദ പാരീസ് ടു ദ പാലസ് ഓഫ് വെർസൈൽസ് വിത്ത് എ സ്ലോഗൻ ഗീവ് us ബ്രെഡ്. അപ്പോൾ ഗീവ് us ബ്രെഡ് എന്നുള്ളൊരു സ്ലോഗനും വെച്ചിട്ട് തൗസൻഡ്സ് ഓഫ് വുമൻസ് മാർച്ച് ചെയ്തത് പാരീസിൽ നിന്ന് പാലസ് ഓഫ് വെർസൈൽസ് വരെ മാർച്ച് ചെയ്തത് ഒക്ടോബർ 1789. The National Convention formed as per new constitution proclaimed France as a republic. ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത് സെപ്റ്റംബർ 1792. അപ്പോൾ ഈ ഡേറ്റുകളും ഇവൻറ്റ്സും അത് പഠിക്കേണ്ട ഒരു സംഭവമാണ്. അത് മെയിനായിട്ട് വരും. അടുത്തതാണ് ഫ്രം ഫ്രാൻസ് ടു അതർ നാഷൻ. അപ്പോൾ നേരത്തെ നമ്മൾ അമേരിക്കൻസ് മറ്റുള്ളവർക്ക് പ്രചോദനമായി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഫ്രാൻസും മറ്റുള്ള നാഷൻസിന് പ്രചോദനമാവുന്നുണ്ട്. അപ്പോൾ ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ, ഈ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഇൻഫ്ലുവൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ സ്റ്റിമുലേറ്റഡ് ഓൾ ലേറ്റർ റെവല്യൂഷൻ ഇൻ ദ വേൾഡ്, ബാക്കി ഇതിന് ശേഷമുള്ള എല്ലാ വേൾഡിനും സ്റ്റിമുലേറ്റ് ചെയ്യുക, അവരൊക്കെ ഒന്നും ഉത്തേജിപ്പിക്കുക, അങ്ങനെ പറയുക, അവരൊന്നും സ്ട്രെങ്ത് ആക്കിയെടുക്കാനൊക്കെ ഫ്രഞ്ച് റെവല്യൂഷന് കഴിഞ്ഞു. entered the feudal system in Europe and threatened the autocratic rulers. അങ്ങനെ ഈ രാജാക്കന്മാർ അങ്ങനത്തെ ഒരു ഭരണമൊക്കെ ഇല്ലേ, ഇപ്പോൾ ക്ലർജി നോബിൾ എന്ന് പറഞ്ഞ ആ ഭരണമൊക്കെ മാറ്റിയിട്ട് നല്ല മനുഷ്യർക്ക് എന്താ പറയുക ഡെമോക്രാറ്റിക് ആയിട്ടുള്ള റൂൾസൊക്കെ ഇവർക്ക് കൊണ്ടുവരാനായിട്ട് പറ്റി. പ്രൊക്ലെയിം ദാറ്റ് നാഷൻ ഈസ് നോട്ട് മെയർലി എ റീജിയൻ ബട്ട് ദി പീപ്പിൾ. അങ്ങനെ അവരൊരു സ്ലോഗൻ പോലെ കൊണ്ടുവന്നു. Contributed the concept of people's sovereignty, led to the emergence of nationalism, helped the growth of the middle class, spread the ideas of equality, liberty and fraternity. അപ്പോൾ ഈ മിഡിൽ ക്ലാസ് ആൾക്കാരൊക്കെ അവർ ഹെൽപ്പ് ചെയ്തു, വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. പിന്നെ നമുക്ക് ഏറ്റവും ആവശ്യം നാഷണാലിസം ആണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി. അതുപോലെ തന്നെ ഈക്വാലിറ്റി, ലിബർട്ടി, ഫ്രട്ടേണിറ്റി ഇതൊക്കെ എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് ഫ്രഞ്ച് റെവല്യൂഷന് കഴിഞ്ഞു. അതിനുശേഷമാണ് നെപ്പോളിയനും ഫ്രഞ്ച് റെവല്യൂഷനെയും പറ്റിയിട്ട് വരുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഇതൊക്കെ എസ്സേ ആയിട്ടാണ് ചോദിക്കുക. നെപ്പോളിയൻ ആൻഡ് ദി ഫ്രഞ്ച് റെവല്യൂഷൻ. ദി ഫ്രഞ്ച് ഹു റിവോൾട്ടഡ് ഫോർ ദ നോബൽ എയിംസ് ഹാഡ് ടു സർവൈവ് അണ്ടർ ദ ഓട്ടോക്രാറ്റിക് റൂൾ ഓഫ് നെപ്പോളിയൻ ബൊണാപാർട്ട് for a short period. Napoleon played a crucial role in defeating the European alliance which was formed under the leadership of Britain against France in the post-revolution period. He seized the power in France in 1799. അപ്പോൾ ഈ നെപ്പോളിയന് ഫ്രാൻസിൻ്റെ പവർ കിട്ടുന്നത് 1799. അപ്പോൾ ആൾക്ക് ഒരു മെയിൻ റോള് തന്നെ യൂറോപ്യൻസിനെ ഡിഫീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഈ നെപ്പോളിയന് ഒരു വലിയ റോള് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പറ്റി നോക്കാം. ഫാമേഴ്സ് വെയർ മെയ്ഡ് ദ ഓണേഴ്സ് ഓഫ് ലാൻഡ്. അപ്പോൾ ലാൻഡിൻ്റെയൊക്കെ ഓണറായിട്ട് ഫാമേഴ്സിനെ തന്നെ ലാൻഡിൻ്റെ ഓണേഴ്സാക്കി. ഫോം ദ സിങ്കിങ് ഫണ്ട് വിത്ത് ദ എയിം ടു അവോയ്ഡ് പബ്ലിക് ഡെപ്ത്.
അപ്പോൾ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫണ്ട് ഉണ്ടാക്കി. പബ്ലിക്കായിട്ടൊരു കടമില്ലാണ്ടിരിക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫണ്ട് ആളുണ്ടാക്കി. കൺസ്ട്രക്റ്റഡ് സെവറൽ റോഡ്സ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് റോഡുകൾ ഉണ്ടാക്കി. എക്സൈസ് സ്റ്റേറ്റ് കൺട്രോൾ ഓവർ ദ ക്ലെഡ്ജ്. അപ്പോൾ എക്സൈസ്ഡ് സ്റ്റേറ്റുകളൊക്കെ എന്തായി ക്ലർജിക്കാരുടെ ഓവറിലാക്കി. എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ് ടു സെൻട്രലൈസ് ഫിനാൻസ്. അപ്പോൾ ഓരോ നമ്മുടെ പണം ഇടപാടുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ബാങ്ക് ഓഫ് ഫ്രാൻസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി. പ്രിപ്പയർഡ് എ ന്യൂ കോഡ് ഓഫ് ലോ ബൈ കോഡിഫൈങ് ദി എക്സിസ്റ്റിംഗ് ലോസൊക്കെ മാറ്റിയിട്ട് പുതിയൊരു കോഡ് ഓഫ് ലോ തന്നെ ആൾ ഉണ്ടാക്കി. ഇൻ ഫ്രാൻസ് നാഷണാലിസം സ്ട്രെങ്തൻ ഡ്യൂറിങ് ദി റെയിൻ ഓഫ് നെപ്പോളിയൻ. അങ്ങനെ ഈ നെപ്പോളിയൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ഫ്രാൻസിൻ്റെ നാഷണലിസം ഭയങ്കരമായിട്ട് സ്ട്രെങ്ത് ആയിരുന്നു. വൺ ബൈ വൺ ഹി ഇൻവേഡഡ് ദി അതർ യൂറോപ്യൻ കൺട്രീസ്. ദി യൂറോപ്യൻ കൺട്രീസ് ഫിയർഡ് ദാറ്റ് റിഫോംസ് ഓഫ് നെപ്പോളിയൻ വുഡ് സ്പ്രെഡ് ഓൾ ഓവർ ദ യൂറോപ്പ്. അങ്ങനെ ഓരോന്നായിട്ട് ഇയാൾ നെപ്പോളിയൻ എന്ത് ചെയ്യാൻ തുടങ്ങി, യൂറോപ്യൻ കൺട്രീസൊക്കെ പിടിച്ചെടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ബാക്കിയുള്ള കൺട്രീസ് അങ്ങനെ ഭയപ്പെട്ടിരിക്കുന്നു, ഇപ്പം നമ്മളെയും പിടിച്ചെടുക്കും എന്നുള്ള ഒരു ഭയപ്പെട്ടിരിക്കുകയാണ്. ദേ ഓർഗനൈസ് ദംസെൽഫ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഇംഗ്ലണ്ട്. It was the ideals of French Revolution and not Napoleon that they were afraid of. Napoleon was defeated by European allies in the Battle of Waterloo and lost his power in 1815. അപ്പോൾ ബാറ്റിൽ ഓഫ് വാട്ടർലൂ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് എഴുതി വയ്ക്കാം. നെപ്പോളിയൻ എന്താണ് യൂറോപ്യൻ അലയൻസിൻ്റെ കീഴിൽ എന്തായിപ്പോയി, ഡിഫീറ്റായിപ്പോയി. അങ്ങനെ ആളുടെ പവർ 1815 പോവാണ്. അപ്പോൾ ഇത്രയാണ് ഫ്രഞ്ച് റെവല്യൂഷൻ. പിന്നെ ഈ ഉള്ള റെവല്യൂഷനിൽ ഏറ്റവും ചെറുതാണ് ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമുക്ക് നോക്കാം. ദി സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ് പ്രൊപ്പഗേറ്റഡ് ദയർ ലാംഗ്വേജ്, റിലീജിയൻസ് ആൻഡ് കസ്റ്റംസ്. ദേ ബിൽഡ് ഹൗസസ് ആൻഡ് ചർച്ചസ് ഇൻ സ്പാനിഷ് സ്റ്റൈൽ. സെവറൽ സ്കൂൾസ് were established for imparting Spanish system of education. അങ്ങനെ ഈ സ്പാനിഷും പോർച്ചുഗീസും കൂടെ അവരുടെ ലാംഗ്വേജൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടും അവരുടെ റിലീജിയനും കസ്റ്റംസൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ സ്പാനിഷ് സ്റ്റൈലിൽ ചർച്ചുകൾ, പിന്നെ സ്കൂളുകൾ, പിന്നെ അവരുടെ ലാംഗ്വേജിന് വേണ്ടിയിട്ട് സ്കൂളുകൾ, എഡ്യൂക്കേഷൻ സിസ്റ്റമൊക്കെ അങ്ങനെയാണ് ആക്കിയത്. ദി സ്പാനിഷ് ഫാമിംഗ് മെത്തേഡ്സ് ആൻഡ് ക്രോപ്സ് were ഇൻട്രൊഡ്യൂസ്ഡ്. അങ്ങനെ സ്പാനിഷിൻ്റെ ഫാമിംഗ് മെത്തേഡും ക്രോപ്സൊക്കെ അവർ കൊണ്ടുവന്നു. Spanish farming methods and crops were introduced. New diseases spread from Europeans to the Latin American. അപ്പോൾ എന്ത് കൊണ്ടുവന്നാലും അതിലൊരു നാശനഷ്ടം ഉണ്ടാവുമല്ലോ, അതുപോലെ ഒരു പുതിയ അസുഖവും ലാറ്റിൻ അമേരിക്കക്കാർക്ക് ഇവിടെ കിട്ടുകയാണ്. Racial discrimination was enforced towards the natives in all walks of life. They looted the resources and wealth of Latin American people, enslaved the natives to work. The revolutions led by Jose de Sanarti, Francisco Miranda and Simon Bolivar etc. lead Latin American countries to be independent. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ ആൾക്കാരൊക്കെയാണ് ജോസ് ഡെ സെനാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാണ്ട, സൈമൺ ബൊലിവർ. ഇവരാണ് ഇതിനെ ലീഡ് ചെയ്തിരുന്നത്. പിന്നെ ലാറ്റിൻ ആ ഒരു അവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് സ്പാനിഷിൻ്റെ തന്നെ കുറേ വെറൈറ്റി സംഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസുകൾ, പിന്നെ അവിടുത്തെ സ്കൂൾസ്, എഡ്യൂക്കേഷൻ സിസ്റ്റം, ഫുഡ്, ക്രോപ്പ്, അതെല്ലാം അവർ കൊണ്ടുവന്നു. ഇത്രയേ ഉള്ളൂ ലാറ്റിൻ അമേരിക്കയുടെ കാര്യം പറയുന്നത്. ഭയങ്കര ചെറിയൊരു ഹിസ്റ്ററിയാണ് ലാറ്റിൻ അമേരിക്കയുടെ. അടുത്തതാണ് റഷ്യൻ റവല്യൂഷൻ. Farmers and factory workers in Russia led a tragic life under the autocracy of the Tsarist emperors who ruled Russia. അപ്പോൾ റഷ്യ ഭരിച്ചിരുന്ന സാർട്ടിസ്റ്റ് എംപറേഴ്സിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള അവരുടെ ഭയങ്കര ട്രാജിക് ലൈഫായിരുന്നു അവിടുത്തെ ഫാമേഴ്സിനൊക്കെ ഉണ്ടായിരുന്നത്. ദി ലോ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ അഫക്ട് ദ ഫാമേഴ്സ് ഇൻകം. മോർ ഓവർ ദ ലാൻഡ്ലെസ് ഫാമേഴ്സ് ഹാഡ് ടു പേ ഹ്യൂജ് ടാക്സ്. അപ്പോൾ ഈ അഗ്രികൾച്ചറിൻ്റെ പ്രൊഡക്ഷൻ, നമ്മുടെ കർഷകരുടെയൊക്കെ ആ ഒരു പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ദുരിതത്തിലായിരുന്നു. മാത്രമല്ല ഈ കർഷകർക്ക് എന്ത് ചെയ്യണം, അവർക്കൊരു വലിയ ടാക്സ് തന്നെ അടയ്ക്കണം. Though Russia was rich in natural resources, their industrial production was meager. It was the foreigners who controlled majority of industries that existed there. അപ്പോൾ റഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചറൽ റിസോഴ്സസ് കൊണ്ട് ഭയങ്കര വലിയൊരു സംഭവമാണ്. അപ്പോൾ അവിടെ ഫോറിനേഴ്സൊക്കെ അവിടുത്തെ ഇൻഡസ്ട്രീസൊക്കെ കൺട്രോൾ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. Writers like Maxim Gorky, Leo Tolstoy, Ivan Turgenev and Anton Chekhov depicted the plight of the workers and farmers in their works.
അപ്പോൾ നമ്മുടെ റൈറ്റേഴ്സായിട്ടുള്ള ഈ 4 പേര് മെയിനായിട്ട് പറയുന്ന മാക്സിം ഗോക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ ടർഗനേവ് ആൻഡ് ആൻറ്റൺ ചെക്കോവ്, ഇവർ എന്താണ് വർക്കേഴ്സിന് പിന്നെ ഫാമേഴ്സിന് അവരുടെ വർക്ക്സിനൊക്കെ വേണ്ടിയിട്ട് കുറേ റൈറ്റിങ്സൊക്കെ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്, ദ മാർക്സിസ്റ്റ് ഐഡിയോളജീസ് ഫോർമുലേറ്റഡ് ബൈ കാൾ മാർക്സ് ആൻഡ് ഫ്രെഡറിക് ആഞ്ചൽ സ്റ്റിഡ് ദ വർക്കേഴ്സ്. അങ്ങനെ മാർക്സിസ്റ്റ് ഐഡിയോളജീസൊക്കെ വന്നു, അതും ഫാമേഴ്സിനെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തു. ദേ കോൾ ഫോർ എസ്റ്റാബ്ലിഷിംഗ് ദ സുപ്രമസി ഓഫ് വർക്കേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ്. അപ്പോൾ ഈ ബാക്കിയുള്ളവരുടെ അടിമത്തത്തിന് പകരം ബാക്കിയുള്ളവരുടെ അടിമത്തം അത് അനുഭവിക്കുന്നതിന് പകരമായിട്ട് അവർക്ക് ഈ ഫാമേഴ്സിനൊരു ധൈര്യം കൊടുക്കാനും വേണ്ടിയിട്ടായിരുന്നു ഇവരുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ. ട്രേഡ് യൂണിയൻസ് വർ ഫോമഡ് ടു ഫൈൻഡ് റെമഡീസ് ഫോർ ദ പ്ലൈറ്റ് ഓഫ് ദ വർക്കേഴ്സ്. അങ്ങനെ ഈ വർക്കേഴ്സിൻ്റെ ആ ദുരിതത്തിന് കരകയറാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ട്രേഡ് യൂണിയൻസും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഫോം ചെയ്തു. ബേസ്ഡ് ഓൺ ദ മാർക്സിസ്റ്റ് ഐഡിയോളജീസ് ദ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി വാസ് ഫോംഡ്. അങ്ങനെ ഈ മാർക്സിസ്റ്റ് ഐഡിയോളജി വന്നതിന് ശേഷം സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി അങ്ങനെ ഒരു പാർട്ടി അവിടെ ഉണ്ടായി. ലേറ്റർ ദിസ് പാർട്ടി വാസ് സ്പ്ലിറ്റ് ഇൻ ടു മാൻഷവിക് ആൻഡ് ദ ബോൾഷെവിക്സ്. അങ്ങനെ ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്നത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ രണ്ടായിട്ട് തിരിഞ്ഞു. ഒന്നാണ് മെൻഷവിക്സ്, അതാണ് മൈനോറിറ്റി കൂടുതലുള്ളത്. അതുപോലെ ബോൾഷെവിക്സ്, അതാണ് മെജോറിറ്റിയും കൂടുതലും, മറ്റേതാണ് മൈനോറിറ്റിയാണ് കുറവ്. ദി മെയിൻ ലീഡേഴ്സ് ഓഫ് ദ ബോൾഷെവിക്സ് വർ ലെനിൻ ആൻഡ് ട്രോട്സ്കി. അങ്ങനെ ഈ ബോൾഷെവിക്സിൻ്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത് ലെനിൻ ട്രോട്സ്കിയാണ്. അലക്സാണ്ടർ കെറൻസ്കി ലെഡ് മെൻഷവിക്സ്. അലക്സാണ്ടർ കെറൻസ്കിയാണ് മെൻഷവിക്സ് ലീഡ് ചെയ്തിരുന്നത്. ദി ക്രൈസിസ് റീച്ച്ഡ് വാസ് വെൻ റഷ്യ വാസ് ഡിഫീറ്റഡ് ഇൻ റഷ്യ ജപ്പാൻ വാർ ഇൻ 1905. അങ്ങനെ റഷ്യ ജപ്പാൻ വാറൊക്കെ ഉണ്ടായി. അങ്ങനെ റഷ്യ എന്താണ് ഡിഫീറ്റ് ആവുകയാണ് അവിടെ. ദി വർക്കേഴ്സ് ഓർഗനൈസ് എ ഹ്യൂജ് മാർച്ച് അറ്റ് പെട്രോഗ്രാഡ് ഓൺ 9th January 1905 ഡിമാൻഡിങ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് ഇക്കണോമിക് റിഫോം. അപ്പോൾ എന്താണ് അവിടുത്തെ വർക്കേഴ്സൊക്കെ ഒരു വലിയൊരു മാർച്ച് തന്നെ അവിടെ നടത്തിയെന്നാണ് പറയുന്നത് 9th January 1905. അപ്പോൾ ഈ ഹിസ്റ്ററിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഡേറ്റ് കാര്യങ്ങൾ നമ്മൾ നല്ല പോലെ പഠിച്ചിരിക്കണം. ഡേറ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ സ്ഥലങ്ങൾ, ഡേറ്റ് എവിടെയാണ് എന്തൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. The march was fired at by the soldiers and hundreds of demonstrators were massacred. അങ്ങനെ ഈ മാർച്ചിന് എന്താ പറയുക, വെടിവെയ്പ്പ് അങ്ങനത്തെ സംഭവമൊക്കെ ഇല്ലേ, അതാണ് ഫയർഡ് പറയുന്നത്. അങ്ങനെ സോൾജിയേഴ്സ് പിന്നെ ഹൺഡ്രഡ്സ് ഓഫ് ഡെമോൺസ്ട്രേറ്റേഴ്സ് അവരൊക്കെ സോൾജിയേഴ്സ് ഈ വെടി വെച്ചിട്ട് കുറേ ഡെമോൺസ്ട്രേറ്റ്സ് മരിച്ചു പോയിട്ടുണ്ട്. ദിസ് ഇവൻറ്റ് ഇസ് നോൺ എസ് ബ്ലഡി സൺഡേ. അപ്പോൾ ബ്ലഡി സൺഡേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയണം, ഇങ്ങനെ എന്താണ് ഈ മാർച്ചിൻ്റെ ഇടയിൽ സോൾജിയേഴ്സ് ഫയർ ചെയ്തിട്ടുണ്ടായിരുന്ന മസാക്രാണ് ബ്ലഡി സൺഡേ എന്ന് പറയുന്നത്. വർക്കേഴ്സ് ഓർഗനൈസേഷൻ കോൾഡ് ദ സോവിയറ്റ്സ് വർ ഫോംഡ് ഓൾ ഓവർ റഷ്യ ടു കണ്ടക്ട് സ്ട്രൈക്ക്. അങ്ങനെ ഈ സ്ട്രൈക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ട്രൈക്ക് ഉണ്ടാക്കാനായിട്ട് റഷ്യയിൽ ഒരു ഓർഗനൈസേഷൻ തന്നെ വന്നു, അതാണ് സോവിയറ്റ്സ്. When the strikes gained massive strength, the emperor was compelled to form a legislative assembly called Duma. അങ്ങനെ അവർക്കൊരു ലെജിസ്ലേറ്റീവ് അസംബ്ലി വരികയാണ്, അതാണ് ഡ്യൂമ. ഇഗ്നോറിംഗ് ദ പ്രൊട്ടസ്റ്റ് ഫ്രം ഡ്യൂമ, നിക്കോളസ് സെക്കൻഡ് സാർ decided to participate in the First World War that started in 1914. അങ്ങനെ നിക്കോളസ് സെക്കൻഡിൻ്റെ ആ ഒരു കീഴിൽ എന്താണ് ഫസ്റ്റ് വേൾഡ് വാർ 1914 ഉണ്ടാവുകയാണ്. എ ലോട്ട് ഓഫ് റഷ്യൻ സോൾജിയേഴ്സ് വർ കിൽഡ് ഇൻ ദി ഫസ്റ്റ് വാർ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാറിൽ കുറേ റഷ്യൻ സോൾജിയേഴ്സ് മരിച്ചു പോയിട്ടുണ്ട്. ഫസ്റ്റ് വേൾഡ് വാർ 1914 തൊട്ടായിരുന്നു തുടങ്ങിയത്. ഫുഡ് ഷോർട്ടേജ് ബിക്കം സെവിയർ ബൈ 1917. അങ്ങനെ 1917 ആകുമ്പോഴേക്കും ഭക്ഷണമൊന്നും തീരെ കിട്ടാണ്ടായി. Thousands of women marched along the street of Petrograd on 8th March 1917 clamoring for bread. അപ്പോൾ അവരുടെ ഭക്ഷണമാണ് ബ്രെഡ്. അപ്പോൾ ആ ഒരു ബ്രെഡിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് വുമൻസ് മാർച്ച് ചെയ്തു എന്നാണ് പറയുന്നത്. ദി വർക്കേഴ്സ് ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മാർച്ച് ഇൻ ദ പെട്രോഗ്രാഡ്. Though the soldiers clashed with the demonstrations in the beginning, later they joined the workers.
It was the tragic experience during the First World War that induced them to do so. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിൽ ഇവർക്കുണ്ടായ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വേൾഡ് വാറിൽ കുറേ സോൾജിയേഴ്സ് മരിച്ചു, കുറേ ആൾക്കാർ മരിച്ചു, പിന്നെ ഫുഡ് ഷോർട്ടേജ് ഭയങ്കരമായിട്ടുണ്ടായി, പിന്നെ തൗസൻഡ്സ് ഓഫ് വുമൻസ് മാർച്ച് ചെയ്തു, ബ്രെഡിന് വേണ്ടിയിട്ട് മാർച്ച് ചെയ്യേണ്ടി വന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. എ പ്രൊവിഷണൽ ഗവൺമെൻറ് വാസ് ഫോംഡ് അണ്ടർ അലക്സാണ്ടർ കെരൻസ്കി, ദ മാൻഷെവിക് ലീഡർ. അങ്ങനെ അലക്സാണ്ടർ കെരൻസ്കിയുടെ കീഴിൽ ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ് വരികയാണ്. സിൻസ് ദ റഷ്യൻ കലണ്ടർ വാസ് എ ഫ്യൂ ഡേയ്സ് ബിഹൈൻഡ് ദ ഇൻ്റർനാഷണൽ കലണ്ടർ, ദ റെവല്യൂഷൻ ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ മാർച്ച് കെയിം ടു ബി നോൺ ആസ് ഫെബ്രുവരി റെവല്യൂഷൻ. അപ്പോൾ എന്താണ് ഫെബ്രുവരി റെവല്യൂഷൻ എന്ന് ഇവിടെ ചോദിക്കാനായിട്ടൊരു ചാൻസ് ഉണ്ട്, അത് നോക്കണം. A group of Soviets did not approve of the provisional government. Vladimir Lenin, who had been in Switzerland, came to Russia and strongly opposed the provisional government. അങ്ങനെ നമ്മുടെ വ്ളാഡിമിർ ലെനിൻ ഇല്ലേ, ആള് എന്താണ് സ്വിറ്റ്സർലാൻഡിലാണ് ആള് റഷ്യയിലേക്ക് വന്നിട്ട് റഷ്യൻ്റെ ഈ പ്രൊവിഷണൽ ഗവൺമെൻറ്റിനെ ഭയങ്കരമായിട്ട് ഒപ്പോസ് ചെയ്തു. He argued that the entire power should be transferred to the Soviets if they were realized the aims of revolution. അപ്പോൾ റെവല്യൂഷൻ്റെ കാര്യങ്ങൾ, എയിംസിനെ പറ്റിയിട്ട് റിയലൈസ് ചെയ്യുകയാണെങ്കിൽ സോവിയറ്റ്സ് ആയിരിക്കും ഈ പവർ, സോവിയറ്റ്സിനായിരിക്കും എന്തായാലും പവർ കിട്ടുക, പവർ ട്രാൻസ്ഫർ ആവുക എന്നൊക്കെ പറയുകയാണ്. ദ ബോൾഷെവിക്സ് ആൻഡ് ദ സോവിയറ്റ്സ് സപ്പോർട്ടഡ് ഹിം. അങ്ങനെ ബോൾഷെവിക്സും സോവിയറ്റ്സും നമ്മളെ വ്ളാഡിമിർ ലെനിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. They propagated that only proletarians എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കേഴ്സിനെയാണ് പറയുന്നത്. ഗവൺമെൻറ് could eradicate centuries all economic backwardness and inequality. They put forward several demands. അങ്ങനെ അവർ കുറച്ച് ഡിമാൻഡ്സ് വയ്ക്കുകയാണ്. വിഡ്രോ റഷ്യ ഫ്രം ദി ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്നും റഷ്യ പിന്മാറാം. സീസ് ദി ലാൻഡ് ഓൺ ബൈ ദ ലോഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം അമംഗ് ദി ഫാമേഴ്സ്. അങ്ങനെ ഈ പ്രഭുക്കന്മാരൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലം മുഴുവൻ എന്ത് ചെയ്യണം, ഫാമേഴ്സിന് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഫാമേഴ്സിന് കൊടുക്കണം. മേക്ക് ഫാക്ടറീസ് പബ്ലിക് പ്രോപ്പർട്ടി. അങ്ങനെ ഫാക്ടറീസൊക്കെ എന്ത് ചെയ്യണം, പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ട് മാറ്റണം എന്ന് ഡിമാൻഡ്സ് വയ്ക്കുകയാണ്. In October 1917, the Bolsheviks organized the armed rebellion against the provisional government. Kerensky fled from the country and Russia came under the control of Bolsheviks. അങ്ങനെ എന്താണ് പ്രൊവിഷണൽ ഗവൺമെൻറ്റിന് എതിരെ ആംഡ് റെബലിയനൊക്കെ വരികയാണ്. പിന്നെ കെരൻസ്കി അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ബോൾഷെവിക്സിൻ്റെ കൺട്രോളും റഷ്യയുടെ കയ്യിൽ കിട്ടുക. This event through which the Bolsheviks attained power is known as October Revolution. അപ്പോൾ ഇതിൽ ഒക്ടോബർ റെവല്യൂഷൻ ഉണ്ട്. ഒക്ടോബർ റെവല്യൂഷൻ എന്ന് പറയുന്നത് കെരൻസ്കി പോയിട്ട് ആ ഒരു കൺട്രോൾ, ബോൾഷെവിക്സിൻ്റെ കൺട്രോൾ റഷ്യക്ക് കിട്ടുന്ന ആ ഒരു അത് ഏത് മാസമാണെന്ന് പറഞ്ഞത് ഒക്ടോബറിലാണ്, 1917. അങ്ങനെയാണിത് ഒക്ടോബർ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അത് റഷ്യൻ കലണ്ടർ വെച്ചിട്ടാണ്. നേരത്തെ ഒരു ഫെബ്രുവരി റെവല്യൂഷൻ ഉണ്ടായിരുന്നു, അതും റഷ്യൻ കലണ്ടർ വെച്ചിട്ടാണ്. അടുത്തത് റഷ്യൻ റവല്യൂഷൻ്റെ റിസൾട്ട്സ് ആണ്. റഷ്യ വിഡ്രോ ഫ്രം ദി ഫസ്റ്റ് വേൾഡ് വാർ. അപ്പോൾ റഷ്യ ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്നും വിഡ്രോ ചെയ്തു, മാറി. സീസ്ഡ് ഔട്ട് ദ ലാൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് അമംഗ് ദി പെസൻസ്. അങ്ങനെ ഈ ലാൻഡ്, ഈ പിടിച്ചു വെച്ച സ്ഥലം മുഴുവൻ ഫാമേഴ്സിന് തിരിച്ചു കൊടുത്തു. ഗേവ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ. അപ്പോൾ പബ്ലിക് സെക്ടർ കാര്യങ്ങൾക്കൊക്കെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് പ്ലാനിങ്. അങ്ങനെ പ്ലാനിങ് ഒക്കെ കൊണ്ടുവന്നു. അച്ചീവ് ദി ഡെവലപ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് ഇക്കണോമി. സയൻസ്, ടെക്നോളജി, ഇക്കണോമി ആ ഒരു ഫീൽഡിലൊക്കെ നല്ല നല്ല കാര്യങ്ങൾ കരസ്ഥമാക്കി. ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ടു ഫോഴ്സ് ഇൻ 1924. അങ്ങനെ 1924 പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് വാസ് ഫോംഡ് ബൈ കൺസോളിഡേറ്റിംഗ് ഡിഫറെൻറ്റ് സോവിയറ്റ് റിപ്പബ്ലിക്സ്. അങ്ങനെ കുറേ സോവിയറ്റ് റിപ്പബ്ലിക്സൊക്കെ കൂടിയിട്ട് ഒരു യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഫോം ചെയ്തു. സ്പ്രെഡ് സോഷ്യലിസ്റ്റ് ഐഡിയ ഓൾ ഓവർ ദ വേൾഡ്. നമ്മുടെ ലോകം മുഴുവനായിട്ടും സോഷ്യലിസ്റ്റ് ഐഡിയ കൊണ്ടുവരാനായിട്ട് റഷ്യൻ റെവല്യൂഷന് കഴിഞ്ഞു. അടുത്ത റെവല്യൂഷനാണ്, 5ാമത്തെ റെവല്യൂഷനാണ് ചൈനീസ് റെവല്യൂഷൻ. ഇത് പഠിക്കാനായാലും നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ളൊരു റെവല്യൂഷനാണ്. ഇതിൽ ഒപ്പിയം ട്രേഡ് ഉണ്ട്, ഓപ്പൺ ഡോർ പോളിസി ഉണ്ട്. അത് ജസ്റ്റ് നോക്കാം. ചൈനീസ് സിൽക്ക്, ടീ ആൻഡ് എർത്തൻവെയർ വെർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഓൾ ഓവർ യൂറോപ്പ്. നമ്മുടെ യൂറോപ്പിൽ
യൂറോപ്പിൽ എന്താണ് സിൽക്ക്, ടീ, എർത്തൻവെയർ, ചൈനീസിൻ്റെ ഇതിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ചൈന ഗെയിൻഡ് ഹ്യൂജ് പ്രോഫിറ്റ് ത്രൂ ദി എക്സ്പോർട്ട് ഓഫ് ദീസ് ഐറ്റംസ്. അപ്പോൾ ഇത് ഒക്കെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ചൈനയ്ക്ക് ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ദർ വാസ് നത്തിങ് ടു ഇമ്പോർട്ട് ടു ചൈന ഫ്രം യൂറോപ്പ്. പക്ഷേ യൂറോപ്പിൽ നിന്ന് ചൈനയിലേക്ക് ഒന്നും ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഇല്ല. ആസ് എ റിസൾട്ട് ദ യൂറോപ്യൻ ട്രേഡേഴ്സ് സഫർഡ് എ ഗ്രേറ്റ് ലോസ്. അങ്ങനെ തന്നെ യൂറോപ്യൻ ട്രേഡേഴ്സിന് ഭയങ്കരമായിട്ട് ലോസ് ഒക്കെ ഉണ്ടാവുകയാണ്. ആസ് എ റെമഡി ഫോർ ദിസ് ലോസ്, ബ്രിട്ടീഷ് ട്രേഡേഴ്സ് ഇമ്പോർട്ടഡ് ഓപ്പിയം ആൻഡ് ആൻ ഇൻടോക്സിക്കൻറ്റ് ടു ചൈന. This affected the Chinese trade and its consumption made the Chinese people mentally imbalanced. It resulted in economic and mental subjugation of the Chinese. അങ്ങനെ ഈ യൂറോപ്യൻസ് ബ്രിട്ടീഷുകാർ ഒപ്പിയം ഇമ്പോർട്ട് ചെയ്യാണ് ചൈനയിലേക്ക്. ഈ ഒപ്പിയം എന്ന് പറയുന്നത് ഒരു ഇൻടോക്സിക്കൻ്റ് ആണ്. അത് ചൈനയിലേക്ക് എത്തിച്ചപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ മെൻ്റലി ഇംബാലൻസ് ആവണം. മെൻ്റലി അവർ നോർമൽ അല്ലാണ്ടാവാണ്. അത് എന്താവും, ഇക്കണോമിക്കായിട്ടും പിന്നെ മെൻ്റൽ കാര്യങ്ങളായിട്ടും അവർ ഭയങ്കരമായിട്ട് അവരെ ബാധിച്ചു എന്നാണ് പറയുന്നത്. ഇതാണ് ഒപ്പിയം ട്രേഡ്. അടുത്താണ് ഓപ്പൺ ഡോർ പോളിസി. By the end of 19th century, several European countries acquired trade privileges in China. America could not acquire the privilege as it was not concerned about China at that time. To acquire the privilege, John Hay, the then State Secretary of USA, proclaimed the open door policy. As per this policy, America argued for equal rights and opportunities for all Americans, all countries in Chinese market. China was divided into different regions to be controlled by various countries. The aim of this policy was to create an opportunity for USA to interfere in China. ഇങ്ങനൊരു ഓപ്പൺ ഡോർ പോളിസി കൊണ്ടുവന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനേനെ USA മെയിനായിട്ട് അവർ ഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പോളിസി ഇവിടെ കൊണ്ടുവന്നത്. ചൈനേനെ തന്നെ കുറേ ഭാഗങ്ങൾ ഡിഫറെൻറ്റ് റീജിയൻസ് ആക്കിയിട്ട് പല പല കൺട്രീസാണ് ഇവരെ കൺട്രോൾ ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. ദി മാഞ്ചു ഡൈനാസ്റ്റി ഇൻ ചൈന ഫേർവേർഡ് ദ ഫോറിൻ ഇൻ്റർഫറൻസ് ആൻഡ് ഡൊമിനേഷൻ. അങ്ങനെ ഇവരുടെ ഒരു മാഞ്ചു ഡൈനാസ്റ്റി ഉണ്ട് ചൈനയിൽ. ആൾക്ക് ഈ ഫോറിൻ ഇൻ്റർഫറൻസിലൊക്കെ എന്താണ് ഡൊമിനേഷനിലായാലും ആൾക്ക് താല്പര്യമുള്ള ഒരാളായിരുന്നു. സം സീക്രട്ട് ഓർഗനൈസേഷൻ ഇൻ ചൈന റിവോൾട്ടഡ് അഗെയിൻസ്റ്റ് ഇറ്റ് ഇൻ 1900. ദി എംബ്ലം ഓഫ് ദിസ് ഓർഗനൈസേഷൻ വാസ് ബോക്സേഴ്സ് ഫിസ്റ്റ്. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ്റെ എംബ്ലം എന്ന് പറയുന്നത് ബോക്സേഴ്സ് ഫിസ്റ്റ്. ഫിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കൈ മടക്കി പിടിക്കുന്നത്, അതാണ് പറയുന്നത്. സോ ദിസ് ഈസ് നോൺ ആസ് ബോക്സർ റെബലിയൻ. അപ്പോൾ എന്താണ് ബോക്സർ റെബലിയൻ എന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനെ പറയാം, മാഞ്ചു ഡൈനാസ്റ്റി ചൈനയിലത്തെ മാഞ്ചു ഡൈനാസ്റ്റി ഫോറിൻ ഇൻ്റർഫറൻസും ഡൊമിനേഷനിലൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഓർഗനൈസേഷൻ വരെയാണ്. ആ ഓർഗനൈസേഷൻ്റെ എംബ്ലമാണ് ബോക്സേഴ്സ് ഫിസ്റ്റ്. In 1911, another revolution took place under the leadership of Dr. Sun Yat-sen against the Manchu dynasty. This ended monarchy in China. അങ്ങനെ ഈ മാഞ്ചു ഡൈനസ്റ്റിക്ക് എതിരെയായിട്ട് സൺ യാറ്റ് സെൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലീഡർഷിപ്പ്, ആളുടെ കീഴിലൊരു ലീഡർഷിപ്പ് വരികയാണ്. അങ്ങനെ ഈ മൊണാർക്കി ചൈനയിൽ അതോടുകൂടെ അവസാനിക്കുകയാണ്. ആഫ്റ്റർ ദ റെവല്യൂഷൻ, Kuomintang party established a republican government in southern China under the leadership of Sun Yat-sen. അങ്ങനെ സൺ യാറ്റ് സെൻ്റെ കീഴിൽ ഒരു പാർട്ടി, ക്യുമിൻറ്റാങ് പാർട്ടി, അങ്ങനെ സൺ യാറ്റ് സെൻ്റെ കീഴിൽ ചൈനയുടെ സദേൺ ചൈനയിൽ വരികയാണ്. ഹി ഗേവ് ഇമ്പോർട്ടൻസ് ടു ഐഡിയോളജീസ് ലൈക്ക് നാഷണലിസം, ഡെമോക്രസി ആൻഡ് സോഷ്യലിസം. അപ്പോൾ ഐഡിയോളജി, നാഷണലിസം, ഡെമോക്രസി, സോഷ്യലിസത്തിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പിക്ചറിൽ കൊടുക്കുന്നതാണ് ഡോക്ടർ സൺ യാറ്റ്-സെൻ. അത് ജസ്റ്റ് വായിച്ചു നോക്കുക, ഐഡിയോളജീസ്. അടുത്തത് എന്താ, റിപ്പബ്ലിക് ബിക്കംസ് പോപ്പുലർ. അതിന് മുന്നേ കുറച്ച് പാരഗ്രാഫും കൂടി ഉണ്ട്. He decided to nullify the unjust treaties signed with the foreign countries and wanted to maintain equality with Western countries. The Kuomintang Republic adopted measures for the progress of agriculture and industry. അങ്ങനെ ഇവർ അവിടുത്തെ അഗ്രികൾച്ചറും ഇൻഡസ്ട്രിയൊക്കെ കുറച്ചും കൂടി പ്രോഗ്രസ് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു പാർട്ടി ശ്രമിക്കുന്നുണ്ട്. ചൈന റിസീവ്ഡ് അസിസ്റ്റൻറ്റ് ഫ്രം റഷ്യ ഇൻ വേരിയസ് ഫീൽഡ് ആൻഡ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാസ് ഫോംഡ്. അങ്ങനെ റഷ്യ ഇവരെ കുറേ കാര്യങ്ങൾക്കൊക്കെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരിൽ അവിടെ ഒരു ചൈനീസ്
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോം ചെയ്യാണ്. ഇൻ ദി ബിഗിനിങ് ദ കുമിൻതാങ് ആൻഡ് ദ കമ്മ്യൂണിസ്റ്റ് കോപ്പറേറ്റഡ് വിത്ത് ഈച്ച് അതർ, ബട്ട് ദിസ് കോപ്പറേഷൻ വാസ് ഡിസ്റ്റർബ്ഡ് വെൻ ചിയാങ് കായ്ഷേക്ക് ബിക്കം ദി ഹെഡ് ഓഫ് റിപ്പബ്ലിക് ഫോളോയിങ് ദി ഡെത്ത് ഓഫ് സൺ യാറ്റ് സെൻ. അങ്ങനെ ആദ്യമൊക്കെ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കുമിൻതാങ് പാർട്ടിയും ഭയങ്കര ഒത്തൊരുമയിൽ കോപ്പറേറ്റ് ചെയ്തിട്ടായിരുന്നു പോരുന്നത്. പക്ഷേ സൺ യാറ്റ് സെന്നിൻ്റെ മരണത്തിന് ശേഷം ചിയാങ് കായ്ഷേക്ക് എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നത്. ഇയാൾ വന്നതോടുകൂടെ അവിടെ ഭയങ്കര മാറ്റങ്ങളാണ് വരുന്നത്. ആ ഒരു ഒത്തൊരുമ അവിടെ പോവാണ്. റിപ്പബ്ലിക് ബിക്കംസ് എ പോപ്പുലർ. ചിയാങ് കായ്ഷേക്ക് ascertained military autocracy in China. He gave opportunity for foreign powers including America to freely interfere in China and did not cooperate with the communist. അപ്പോൾ ഈ ചിയാങ് കായ്ഷേക്ക് വന്നിട്ട് എന്താ ചെയ്യുന്നത്? ഓട്ടോക്രസി ഉണ്ടാക്കണം, മിലിറ്ററി ഓട്ടോക്രസി ഉണ്ടാക്കണം. മാത്രമല്ല ഫോറിനേഴ്സായിട്ടുള്ള അമേരിക്കക്കാർക്ക് ഇവിടെ ചൈനയിൽ മുഴുവനായിട്ടും പവർ കൊടുക്കുകയാണ്. മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാരായിട്ട് ഒരു കോപ്പറേഷനും ആൾ സമ്മതിക്കുന്നില്ല. കോൾ ആൻഡ് അയൺ ഇൻഡസ്ട്രീസ്, ബാങ്കിങ് ആൻഡ് ഫോറിൻ ട്രേഡ് വർ ഓൾ കൺട്രോൾഡ് ബൈ ഫോറിൻ കൺട്രീസ്. അങ്ങനെ കോൾ, അയൺ ഇൻഡസ്ട്രീസ്, പിന്നെ ബാങ്കിങ്, ഫോറിൻ ട്രേഡ്, ഇതിൻ്റെ എല്ലാം കൺട്രോള് ഫോറിൻ കൺട്രീസിന് കൊടുക്കുകയാണ്. ദി കമ്മ്യൂണിസ്റ്റ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ പോളിസി ഓഫ് ചിങ് കായ്ഷേക്ക്. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ ഇദ്ദേഹത്തിന് എതിരെയായിട്ട് എന്താണ് പോളിസീസും ഒക്കെ ഉണ്ടാക്കുകയാണ്. ദേ വർ ബ്രൂട്ടലി സപ്രസ്ഡ്. അറ്റ് ദ ടൈം മാവോ സെഡോങ് റോസ് ടു ദ ലീഡർഷിപ്പ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ ഒരു സമയത്താണ് മാവോ സെഡോങ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പിന് ആയിട്ട് വരുന്നത്. In 1934, under the leadership of Mao Zedong, a journey started from the Jiangxi in southern South China. അങ്ങനെ മാവോ സിഡോങ്ങിൻ്റെ ആ ഒരു നേതൃത്വത്തിൽ ഒരു ജേണി നടക്കുകയാണ്. കിയാങ്സി, സൗത്ത് ചൈനയിലുള്ള കിയാങ്സി തൊട്ട് ഒരു ജേണി നടക്കുകയാണ്. ദ അഡ്വഞ്ചറസ് ട്രിപ്പ് എൻഡഡ് അറ്റ് യനാൻ ഇൻ നോർത്ത് വെസ്റ്റേൺ ചൈന. അങ്ങനെ സൗത്ത് ചൈനയിൽ നിന്നും തുടങ്ങി നോർത്ത് വെസ്റ്റേൺ ചൈനയിലാണ് ഈ ഒരു ജേണി അവസാനിക്കുന്നത്. ത്രൂ ഔട്ട് ദ ജേണി ദേ സീസ്ഡ് ഔട്ട് അഗ്രികൾച്ചർ ലാൻഡ് ആൻഡ് വില്ലേജസ് ഫ്രം ലോഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ദം അമംഗ് ദ ഫാമേഴ്സ്. ഈ ഒരു ജേണിയിലൂടെ തന്നെ കുറേ അഗ്രികൾച്ചർ ലാൻഡ്സും വില്ലേജസും ഒക്കെ ഈ ലോഡ്സ് പ്രഭുക്കന്മാരിൽ നിന്ന് അവർ എടുത്തിട്ട് അത് ഫാമേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ദി ജേണി കവേർഡ് അറൗണ്ട് 12,000 കിലോമീറ്റർ. അങ്ങനെ 12,000 കിലോമീറ്റർ വരെ ഈ ജേണി ഏകദേശം ഉണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് നോൺ ആസ് ലോങ് മാർച്ച്. ഇതാണ് ലോങ് മാർച്ച്. അപ്പോൾ എന്താണ് ലോങ് മാർച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതേണ്ട കാര്യമാണ്. മാവോ സിഡോങ്ങിൻ്റെ എന്താണ് കീഴിലുണ്ടായിരുന്ന ഒരു ജേണിയാണ് കിയാങ്സി, സൗത്ത് ചൈനയിലുള്ള കിയാങ്സി തൊട്ട് എവിടം വരെയാണ് നോർത്ത് വെസ്റ്റേൺ ചൈനയിലെ യനാൻ വരെ ഉണ്ടായ ഒരു മാർച്ചാണ്. ഏകദേശം 12,000 കിലോമീറ്ററാണ് ഈ മാർച്ച് ഉണ്ടായിരുന്നതെന്ന് പറയാൻ പറ്റും. ഹെൻസ് മാവോ സിഡോങ് ആൻഡ് ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബിക്കെയിം ദ സിംബൽ ഓഫ് സ്ട്രഗിൾ ഓഫ് ദ ചൈനീസ് എഗെയിൻസ്റ്റ് ഫോറിൻ പവർ. അങ്ങനെ ഫോറിൻ പവറിന് എതിരായിട്ട് മാവോ സിഡോങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഒരു വലിയൊരു സിംബലായത്. Chiang Kai-shek had to seek political asylum in Taiwan when the Red Army of Mao Zedong captured the center of Kuomintang rule. China became the People's Republic of China on 1st October 1949 under the leadership of Mao Zedong. അങ്ങനെ ഇവിടുന്ന് എന്താണ് മാവോ സിഡോങ്ങിന് കീഴിലുള്ള റെഡ് ആർമി കുമിനാങ്ങിൻ്റെ റൂള് ക്യാപ്ചർ ചെയ്യാണ്. അതുമാത്രമല്ല ചിയാങ് കായ്ഷെക്കിനെ പുറത്താക്കുകയാണ്. അങ്ങനെ ചൈന റിപ്പബ്ലിക്കായി ഇന്ന് October 1st 1949. അപ്പോൾ ഇതാണ് നമ്മുടെ 5 മെയിനായിട്ടുള്ള റെവല്യൂഷൻസ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മെയിനായിട്ട് നമുക്ക് എസ്സേ എഴുതാനാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ബേസിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.